കാര്യസാധ്യത്തിൻ്റെ ഭക്തിയും ദൈവത്തിൻ്റെ കഷ്ടകാലവും. ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലങ്ങളായി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് ഇപ്പോൾ നടക്കുവാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര തോതിൽ രാഷ്ട്രീയ ലാഭം ലഭിക്കും എന്നതിനെപ്പറ്റി പല സർവേകൾ നടത്തപ്പെടുകയും അത് വെളിപ്പെടുത്തിയ ഡേറ്റ ആസ്പദമാക്കി അല്ലെങ്കിൽ അറിവുകൾ ആസ്പദമാക്കി വളരെ ആവേശത്തോടുകൂടെ മാധ്യമ ചർച്ചകൾ നടക്കുകയും ചെയ്തത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മലയാളം ചാനലുകൾ അത്രയും അത് ശ്രദ്ധിച്ചില്ല എങ്കിലും ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും അത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇത് എന്തുകൊണ്ട് എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നത് മാത്രമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം പണിതത് ഭഗവാൻ രാമനോടുള്ള ഭക്തി കൊണ്ടാണോ, അതോ ഭഗവാൻ രാമനെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ച് ഭരണം നിലനിർത്തുക, രാജ്യത്തിൻ്റെ നിയന്ത്രണം പിടിവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന ഒരു ചിന്ത എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് രാമക്ഷേത്ര നിർമ്മിതിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. സർവ്വലൗകികമായ മനുഷ്യൻ്റെ മതബോധത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തോട് കാട്ടുന്ന ആദരവിൽ, ഭക്തിയിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന അത്ര മാന്യതയില്ലാത്ത ഒരു മർമ്മം ഇവിടെയും പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഉദാഹരണം മാത്രം, ഈ ഒരു സംഭവത്തെ ഉദാഹരണമായിട്ട് മാത്രം കാണുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ രാമക്ഷേത്രം നിർമ്മിച്ചത് കൊണ്ട് BJPക്ക് കാര്യമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നത് തെറ്റാണോ ശരിയാണോ? ഇത് നാം ഏവരും ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹവും നന്ദിയും ബഹുമാനവും ഭക്തിയും തോന്നുന്നത് നമ്മുടെ എന്തെങ്കിലും കാര്യം സാധിച്ച് തരുമ്പോഴാണ്. എങ്കിൽ ദൈവം ഇന്ന കാര്യം സാധിച്ചു തന്നു, മകന് നല്ലൊരു ജോലി കിട്ടി, മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, അല്ലെങ്കിൽ കൊച്ചുമകന് നല്ല വിജയം കിട്ടി, അല്ലെങ്കിൽ ചാർച്ചക്കാർക്ക് ഏതോ അംഗീകാരം കിട്ടി, ഒരു ലോട്ടറി അടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പൊതുവായി നോക്കുമ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ, പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൽ ദൈവത്തെ എപ്പോഴും ഒരു കരുവായിട്ട് മാത്രമാണ് മനുഷ്യൻ കാണുന്നത്. അപ്രകാരമുള്ള താല്പര്യം മാത്രമേ മതമേഖലയിൽ നിലനിൽക്കുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ആരും പരാമർശിക്കാതെയും പരക്കെ അല്ലെങ്കിൽ പൊതുവെ അംഗീകരിക്കാതെയും നിലനിർത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു മർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവനിന്ദ ഏവരും തിരിച്ചറിയണം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് പ്രത്യേകമായി ഏവരെയും അറിയിക്കാനുള്ളത്, അല്ലെങ്കിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആശയം കുറച്ചുകൂടെ സ്പഷ്ടമാകുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും വളരെ ദൂരം നിൽക്കുന്ന, അല്ലെങ്കിൽ ദൂരം നിൽക്കുന്നുവെന്ന് നാം സങ്കല്പിക്കുന്ന യവന ദാർശനികതയിൽ വളരെ തലയെടുപ്പുണ്ടായിരുന്ന അരിസ്റ്റോട്ടൽ, പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടൽ, അദ്ദേഹം എത്തിക്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ ഒരാശയം ഈ സമയത്ത് ഞാൻ നിങ്ങളുമായി പങ്കെടുക്കുകയാണ്. ഇത് ലളിതമായ ആശയമാണ്. ദാർശനികതയിലുള്ള ആശയങ്ങൾ പലപ്പോഴും തലച്ചോറ് പുകയ്ക്കുന്നതാണ് എന്ന ഒരു തെറ്റായ ധാരണ
എല്ലായിടത്തുമുണ്ട്. അത് ഈ തരുണത്തിൽ അപ്രസക്തമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അപ്പോൾ സങ്കല്പത്തെപ്പറ്റി അരിസ്റ്റോട്ടിൽ പറയുന്നത്, ഗോഡ് മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് ഗുഡ് ഓർ ദി സുപ്രീം ഗുഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സുപ്രീം ഗുഡ്, ഏറ്റവും പരമമായ നന്മ, അതാണ്. ഇനി എന്താണ് ഈ പരമമായ നന്മ, സുപ്രീം ഗുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അരിസ്റ്റോട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ദാറ്റ് ഗുഡ് ബിയോണ്ട് വിച്ച് ദർ ഈസ് നോ അതർ ഗുഡ്. ഏത് നന്മയ്ക്ക് അപ്പുറത്ത് മറ്റൊരു നന്മയെ നമുക്ക് ലോകത്തിൽ ആർക്കും തന്നെ വിഭാവന ചെയ്യാൻ കഴിയില്ല. ആ നന്മയാണ് ഏറ്റവും പരമമായ നന്മ. The supreme good is the good beyond which no other good can be conceived. അത് നമുക്ക് പ്രാവർത്തികമായി മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, ദൈവത്തെ ആശ്രയിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അംഗീകാരങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്, നേട്ടങ്ങളെയാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ മത മേഖലയിൽ നാം എപ്പോഴും നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്ന കൽപ്പനയായി പറയുമ്പോൾ ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ നിർദ്ദേശം, ദൈവത്തേക്കാൾ അപ്പുറമായി മറ്റൊന്നിനെയും നാം സ്നേഹിക്കരുത് എന്നുള്ളതാണല്ലോ. അത് തികച്ചും സ്പഷ്ടമാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നതിനപ്പുറമായി മറ്റൊന്നിനെയും നാം സ്നേഹിക്കരുത്. ദൈവത്തിനപ്പുറത്ത് മറ്റെന്തെങ്കിലും അഭികാമ്യമായ ഒരു ലക്ഷ്യമുണ്ട്, നാം പ്രാപിക്കേണ്ട ഒരു നന്മയുണ്ട് എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവർ ദൈവത്തെ അപമാനിക്കുന്നു. വെർ ഇൻസൾട്ടിങ് ദി അൺഅപ്രോച്ചബിൾ മാജസ്റ്റി ഓഫ് ഗോഡ്സ് സുപ്രീം നേച്ചർ. ഇത് വളരെ സ്പഷ്ടമായി നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതമേഖലയിൽ പ്രസ്താവിക്കപ്പെടാറില്ല എന്നത് തന്നെയാണ്. മാത്രവുമല്ല, അതിന് വിപരീതമായി ദൈവത്തെ ഏറ്റവും സമർത്ഥമായി പ്രാപ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആശിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാപിക്കുന്നതിനുള്ള ഒരു കരു മാത്രമായിട്ടാണ് ദൈവത്തെ ഉപയോഗിക്കേണ്ടത് എന്ന ഒരു പരിശീലനമാണ് അങ്ങനെ തന്നെ പ്രസ്താവിച്ചുകൊണ്ടല്ല എങ്കിലും നമുക്ക് ചെറുപ്പം മുതലേ ലഭിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ നല്ല മാർക്ക് കിട്ടും എന്ന വർഷം മുഴുവനും കാലൂരി കുറ്റിയൂരി കറങ്ങി തിരിഞ്ഞ് നടന്നൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോവുകയും പോകുന്ന വഴിക്ക് കുരിശുതൊട്ടിയിൽ ഒരു 5 രൂപ ഇടുകയും ചെയ്താൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നൊരു ഭക്തിയില്ലേ. ചെറുപ്പം മുതലേ നമ്മുടെ പരിശീലനം അങ്ങനെ ആരംഭിക്കുകയാണ്. അന്ന് തൊട്ട് പിന്നെ എന്തെല്ലാം കാര്യസാധ്യം വേണോ ആ സമയത്ത് മാത്രമാണ് നാം ദൈവത്തെ ഓർക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എത്രമാത്രം പെട്ടെന്നും പൂർണ്ണമായും നമ്മുടെ പ്രതീക്ഷകളെ കവിഞ്ഞും സാധിച്ചു തരുന്നു, ആ ദൈവത്തിനാണ് നാം വില കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് കേരളത്തിൽ അനേകം വിശുദ്ധ മാതാവിൻ്റെ പ്രതിമകളുണ്ട്, അനേകമുണ്ട്, ആയിരക്കണക്കിനുണ്ട്. എന്നാൽ കൃപാസന മാതാവിന് അങ്ങനെയുള്ള അനേകായിരം മാതാക്കളെക്കാൾ വലിയ ഗമയാണ്, വിലയാണ്. മറ്റുള്ള വിശുദ്ധ മാതാക്കന്മാരെല്ലാം അവഗണിക്കപ്പെടുമ്പോൾ കത്തോലിക്കർ പ്രത്യേകിച്ചും, ഇപ്പോൾ കത്തോലിക്കർ മാത്രമല്ല, കാരണം ഈ കൊതിയും ആഗ്രഹവും കത്തോലിക്കരുടെ മാത്രം സൗന്ദര്യമല്ല എന്ന് നമുക്കറിയാം.
എന്നാൽ കത്തോലിക്കരാകമാനം പോകാൻ ഏറ്റവും താല്പര്യപ്പെടുന്ന കൃപാസന മാതാവിൻ്റെ അടുത്തേക്കാണ്. കാരണം കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്നാൽ കാനഡയിൽ ജോലി കിട്ടും, ജോലി കിട്ടിയാൽ അവിടെ വിസ പെട്ടെന്ന് വാങ്ങിച്ചു തരും, യെരുസലേമിൽ പോലും ജോലി വാങ്ങിച്ചു തരും. അങ്ങനെ പോകാൻ ട്രാവൽ ഏജൻറ്റ് പൈസ കൊടുത്ത് ട്രാവൽ ഏജൻറ്റ് തന്നെ കളിപ്പിച്ചാൽ ട്രാവൽ ഏജൻറ്റിൻ്റെ കുത്തിനെ പിടിച്ച പൈസ വാങ്ങിച്ചു തരും. ഇങ്ങനെ പലവിധമായ മികവുകൾ കൃപാസന മാതാവിനുള്ളതുകൊണ്ട് അവിടേക്കാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ള മാതാക്കന്മാരുടെ വില ഇടിഞ്ഞു പോയി ഈ ജോസഫ് അച്ഛൻ്റെ മിടുക്ക് കാരണം. എന്നാൽ രണ്ടാമത്തെ മാതാവെന്ന് പറയുന്നത് ലൂർദ് മാതാവാണ്. ആ ലൂർദ് മാതാവിൻ്റെ ഒരു പ്രത്യേക ഗുണം, അവർ സുരേഷ് ഗോപിയുടെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അകത്താണ്. അതുകൊണ്ടൊരു കിരീടമൊക്കെ കിട്ടി. ഇപ്പോൾ വിശുദ്ധ മാതാവുടെ ഗമയിലാണ് ഇരിപ്പ്. പക്ഷേ ആ കിരീടം ചെമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുള്ള വാർത്ത വെളിവന്നപ്പോൾ സുരേഷ് ഗോപിക്ക് വൈക്ലഭ്യമൊന്നുമില്ല എങ്കിലും മാധവൻ അല്പം ക്ഷീണത്തിലാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഞാനതങ്ങ് സൂചിപ്പിക്കുന്നു, അത് പ്രധാനപ്പെട്ട വിഷയമല്ല തന്നെ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം നമ്മുടെ ഭക്തിയിൽ കൂടെ, ദൈവത്തോട് കാണിക്കുന്ന ആരാധനാ മനോഭാവത്തിൽ കൂടെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിൽ കൂടെ നാം ദൈവത്തെ അപമാനിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നതിനെപ്പറ്റി രണ്ട് പക്ഷമുണ്ടാകുവാൻ സാധ്യമല്ല. നാം സാധാരണ വിചാരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ചില മുറകൾ കൃത്യങ്ങൾ ചെയ്യുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, അതുകൊണ്ട് ദൈവം വളരെ സന്തോഷിക്കുന്നുവെന്നാണ്. പക്ഷേ യേശു അങ്ങനെയല്ല മനസ്സിലാക്കിയത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ആ കാലത്ത് ഞാൻ അവരോട് പറയും. ആരോട് പറയും? ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആരാധിക്കുക മാത്രമല്ല, വലിയ വലിയ ക്രിയകൾ, അത്ഭുത പ്രവൃത്തികൾ നടത്തി ലോകത്തിലുള്ള എല്ലാവരുടെയും കൈയടിയും മാത്രമല്ല അവരുടെ പോക്കറ്റിൽ കിടന്ന സാധനവും കൂടെ കൈപ്പറ്റിയ ആളുകളെ പറ്റിയാണ് യേശു പറയുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തുച്ഛമായൊരു വിഷയമല്ല നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് ആധാരമായിരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ കുറഞ്ഞ പക്ഷം 200 അയ്യപ്പ അമ്പലങ്ങളുണ്ട്. എന്നാൽ ഈ 199 അയ്യപ്പ അമ്പലങ്ങൾക്കും വലിയ വിലയൊന്നുമില്ല. ശബരിമല അയ്യപ്പന് വലിയ ഗമയാണ്. കാരണം എന്താണ്? അത് കൃപാസനത്തിലെ മാതാവിൻ്റെ ഗമയാണ്. കൃപാസനത്തിൽ പോയാൽ എപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും അതുപോലെ അതിനേക്കാൾ കവിഞ്ഞ് നമുക്ക് കിട്ടും എന്നതുപോലെ തന്നെ ശബരിമലയിൽ പോയാൽ അവിടെ ഇരിക്കുന്ന അയ്യപ്പന് പ്രത്യേകമായ വീര്യവും ഗുണവും കഴിവും ഉള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടും. അങ്ങനെയുടെ ഒരു മനോജച്ചനും 41 ദിവസം വ്രതമെടുത്ത് അങ്ങോട്ട് പോയി. അദ്ദേഹം എന്തൊക്കെ പ്രാപിച്ചുവെന്നറിയില്ല. ദൈവത്തെ പറ്റിയുള്ള പുതിയ പുതിയ അറിവുകൾ പ്രാപിക്കാനാണ് താൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെപ്പറ്റി പുതിയ അറിവ് കിട്ടിയാൽ പുതിയ ഒരു ലൂലു മോൾ തുറക്കാൻ സാധിക്കും. പിന്നെ അവിടേക്ക് ആളുകൾ ഇരച്ച് കയറും. അപ്പോൾ ഈ ആലപ്പുഴയുള്ള ഔസേപ്പച്ചൻ്റെ കൃപാസനം പൂട്ടേണ്ടി വരും. മനോജച്ചൻ തൻ്റെ പുതിയ ദൈവത്തെപ്പറ്റിയുള്ള പുതിയ അറിവുകൊണ്ട് നടത്തുന്ന ഈ വലിയ വലിയ മത സൂപ്പർ മാർക്കറ്റിൽ ആളുകൾ തങ്ങി നിൽക്കും. ഇതാണ്, അല്ലാതെ മനുഷ്യരാശിക്ക് ഗുണം വരത്തക്കവണ്ണം ദൈവത്തെപ്പറ്റി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ലോകത്തെമ്പാടും അത് പ്രഘോഷിച്ച് ലോകത്തെ വീണ്ടെടുക്കാമെന്നൊന്നും മനോജച്ചന് യാതൊരു താല്പര്യമില്ല എന്നത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് പ്രകടമാണ്. മറ്റുള്ളവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ കാര്യമായ ഒരു പ്രശ്നമുണ്ട് എന്ന് നാം എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? ഇപ്പോൾ ഇത് നമുക്ക് അല്പനേരം യേശുവിൻ്റെ മാതൃക, യേശു നമുക്ക് നൽകിയ മാതൃകയൊന്ന് ശ്രദ്ധിക്കാം. യേശു ഏത് പ്രകാരത്തിലുള്ള ദൈവസങ്കല്പത്തെയാണ്
സ്വീകരിച്ചത്, അനുധാവനം ചെയ്തത്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത്, ഇഷ്ടം ചെയ്യുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ എൻ്റെ പിതാവായി അറിയുന്നതും അനുസരിക്കുന്നതും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി എനിക്ക് നൽകുന്ന കൃപയ്ക്കും മാർഗദർശനവും അനുസരിച്ച് എൻ്റെ സർവ്വ കഴിവും പ്രയോഗിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട്, എൻ്റെ ജീവൻ കൊണ്ട് ഞാനതിനെ അനുസരിക്കും, പാലിക്കും, നിവൃത്തിയാക്കും എന്ന ഒരു നിലപാടിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിയുന്നതും സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും അതിൽ തന്നെ ഈ ലോകത്തിൽ മനുഷ്യജാതിക്ക് വിഭാവന ചെയ്യാവുന്ന ഏറ്റവും വലുതും അതുല്യവും സമാനതയില്ലാത്ത നന്മയുമാണ് അതിൽ തന്നെ. പ്രത്യേകം മനസ്സിലാക്കുക. ഈ തരുണത്തിൽ യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന മൂന്നാമത്തെ പരീക്ഷ നമുക്ക് അല്പം ഒന്ന് പരിഗണിച്ചാൽ ഈ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സാത്താൻ യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിൽ നിർത്തി ഈ ലോകത്തെയും അവരുടെ എല്ലാ രാജ്യങ്ങളെയും അവയുടെ മഹിമയെല്ലാം കാണിച്ചിട്ട്, നീ അല്പം ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. അത് സ്വീകരിക്കണമോ വേണ്ടയോ? അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ വലിപ്പവും വിലയും അളന്ന് കുറിച്ചിട്ടല്ല. അത് അപ്രസക്തമാണ്. ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പരിഗണന കൊണ്ട് മാത്രമല്ല മാത്രമാണ് അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് യേശു തീരുമാനിച്ചു. അതായത് താനും ദൈവവുമായുള്ള ബന്ധം എന്താണ്? താൻ ദൈവത്തെ ഏറ്റവും വലിയ, അതായത് അപ്രമേയമായ, മറ്റ് സമാനതയില്ലാത്ത നന്മയായി പരിഗണിക്കുന്നു, മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഒരു നിമിഷത്തേക്കെങ്കിലും കോട്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിൽ കൂടെ ലോകം മുഴുവനും നേടിയാലും അത് ലാഭമല്ല, നഷ്ടമാണ്, പരിപൂർണവും ഭീകരവുമായ നഷ്ടമാണ് എന്ന അറിവ് കൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോകൂ. നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിശ്ചയമായും പരാജയപ്പെടും. കാരണം നാം ജനിച്ചപ്പോൾ മുതൽ പരിശീലിപ്പിക്കപ്പെട്ടത് ദൈവത്തെ കാര്യസാധ്യത്തിൻ്റെ ഉപകരണമായി മാത്രം കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. ദൈവത്തെ ദൈവത്തിൽ തന്നെ അന്തിമവും പരമവുമായ നന്മയായി കാണുവാനും, യോബിൻ്റെ ദർശനത്തിൽ പറയുന്നത് പോലെ, നീ എന്നെ കൊന്നാലും ഞാൻ തന്നെ സ്നേഹിക്കും, കാരണം നീയാണ് മനുഷ്യ വിഭാവനയിൽ സ്ഥിതി ചെയ്യാവുന്ന, എന്നാൽ മനുഷ്യബുദ്ധിയെ കവിയുന്ന ഏറ്റവും വലിയ നന്മ. നിന്നെ കവിഞ്ഞ് മറ്റൊരു നന്മയില്ല. അങ്ങനെ ഒരു നന്മയുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടാതാനും അതെനിക്ക് സ്വീകാര്യമല്ല എന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ നിലപാട്. ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് യേശു പറയുന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തെ അതിജീവിക്കുന്ന പരമമായ നന്മ, അതാണ് ആത്മാവ്. നാം ആത്മാവിനെ പോലെ ഒരു ആഭരണമായും ഉപകരണമായുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഒരു ദുഷ്പ്രവണതയാണ്. എല്ലാറ്റിനെയും ഉപകരണമായി ഉപയോഗിക്കുക, ദൈവത്തെ പോലും അപ്രകാരം ഉപകരണീകരിക്കുക, the instrumentalization of God, which is a downright insult to the majesty of God. അപ്പോൾ ഈ ഒരു പ്രവണത നാം തിരിച്ചറിയണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഉപകരണീകരിക്കുന്ന
ഈ ഒരു സമ്പ്രദായം, ഈ ഒരു രീതി, ഈ ഒരു മതവികാരം അല്ലെങ്കിൽ താരിഫ് ഉപേക്ഷിച്ചാൽ മതം അപ്പാടെ ഇല്ലാതായി പോകും. കാരണം എല്ലാ മതങ്ങളും ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദൈവത്തെ ഉപകരണമാക്കി മാത്രം ഉപയോഗിക്കുന്നതിൽ കൂടെയാണ്. ദൈവത്തെ എന്തിനാണ് ഉപകരണമായി ഉപയോഗിക്കുന്നത്? മാമോൻ സേവയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെ ഉപകരണമായി നാം ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു ദൈവമേ അവശേഷിക്കുന്നുള്ളൂ, അത് മാമോനാണ്. മാമോൻ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം, ഏറ്റവും ലളിതമായ അർത്ഥം കാര്യസാധ്യം എന്നുള്ളതാണ്. കാര്യസാധ്യം. അപ്പോൾ കാര്യസാധ്യത്തിന് ഭംഗം വന്നാൽ എന്ത് ചെയ്യും? നാം ദൈവത്തിലേക്ക് തിരിയുന്ന കാര്യസാധ്യത്തിനാണ്. എന്നാൽ ആ കാര്യസാധ്യം നടന്നില്ലാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഉദാഹരണമാണ് യോബിൻ്റെ പുസ്തകത്തിൽ യോബിൻ്റെ ഭാര്യയുടെ പ്രതികരണം. ഭർത്താവിൻ്റെ ഈ വളരെ മർമ്മഭേദകമായ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് അവൾ പറഞ്ഞത്, നീ നിൻ്റെ ദൈവത്തെയൊക്കെ വിളിച്ചപേക്ഷിച്ച് ഇത്രയും നാൾ നിന്നില്ലേ, നിനക്ക് പറ്റിയ അബദ്ധം കണ്ടില്ലേ, അവസ്ഥ കണ്ടില്ലേ, ഇതിലൊക്കെ എത്രയോ നല്ലതാണ്, നീ നിൻ്റെ ദൈവത്തെ ശപിച്ച് ചത്തുകൾ. അത് ദൈവത്തെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ ന്യായമായും പ്രവേശിക്കാവുന്ന ഒരു അന്ധകാരത്തിൻ്റെയും അന്ധാളിപ്പിൻ്റെയും അവസ്ഥയുടെ ഏറ്റവും സൂക്ഷ്മവും ശക്തിയേറിയതുമായ ചിത്രീകരണമാണ്. അത് ഒരു എക്സാജറേഷൻ അല്ല. ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ ആണ്ടുപോകും. എന്നാൽ ദൈവത്തെ പരമമായ നന്മയായി മനസ്സിലാക്കുകയും ഈ ലോകത്തിൻ്റെ എല്ലാ നന്മകൾക്കും നേട്ടങ്ങൾക്കും അതീതമായി ഞാൻ ദൈവത്തെ സ്നേഹിക്കും, അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, മരണഭീതി, വത്സപ്പുസ്തൻ പറയുന്നത് പോലെ മരണഭീതി പോലും എന്നെ നിന്നിൽ നിന്ന് അകറ്റുവാൻ ശക്തിയുള്ളതല്ല. നോട്ട് ഈവൻ ദ ഫിയർ ഓഫ് ഡെത്ത് ഷാൽ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ എത്തണമെങ്കിൽ എല്ലാറ്റിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കണം. ഞാനൊരു ഭാഗം കൂടെ പരാമർശിച്ചിട്ട് ചിന്തകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായം 21-ാം അധ്യായത്തിൽ യേശു പത്രോസിനോട് 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസേ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇവയിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാം അതിൽ ഉൾപ്പെടും. സർവ്വലോകത്തിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡു യു ലവ് മീ ആസ് ദ സുപ്രീം ഗുഡ്, സുപ്രീം ഗുഡ് ബിയോണ്ട് വിച്ച് ദർ ഇസ് നോ അതർ ഗുഡ്. ആ ഒരവസ്ഥയിലേക്ക് വളരുമ്പോൾ മാത്രമേ നാം ആത്മീയമായ പക്വത പ്രാപിക്കുവാൻ ഇടയാകുകയുള്ളൂ, അല്ലെങ്കിൽ പ്രാപിക്കുന്നുള്ളൂ എന്നതാണ് എനിക്ക് ഏവരുമായി പങ്കിടുവാനുള്ള ആത്യന്തികമായ കൺവിക്ഷൻ, ഉത്തമ വിശ്വാസം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് ഇടയാകട്ടെ. പക്ഷേ അങ്ങനെയൊരു വളർച്ച സംഭവിക്കണമെങ്കിൽ നാം ഇപ്പോൾ വച്ച് പുലർത്തുന്ന മതദർശനം, അനുഭവങ്ങൾ, താരിപ്പുകൾ വളരെ വിമർശനാത്മകമായി പുനഃപരിശോധിക്കുകയും ചെറുപ്പം മുതലേ നാം ദൈവത്തെ കാര്യസാധ്യത്തിൻ്റെ ഉപകരണമായി മാത്രം ഉപയോഗിക്കുവാനാണ് പരിശീലിപ്പിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ആ പ്രമാദമായ തെറ്റിനെ, ദൈവത്തെ കാടടച്ച് അപമാനിക്കുന്ന ഈ ഒരു സമീപനത്തെ, അതിൻ്റെ ഭീകരതയെ, ആത്മീയമായ അതിൻ്റെ ആ വൈരൂപ്യത്തെ, അസഹനീയതയെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുതിയ ദർശനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ മനസ്സിന് മാറ്റം വരണം. ദൈവരാജ്യം എന്നതോ ഏറ്റവും ലളിതമായ ഒരു വിവക്ഷ ഞാൻ പങ്കിടാൻ പോവുകയാണ്. ദൈവരാജ്യം എന്നതോ ദൈവത്തെ സമാനതയില്ലാത്ത ഏറ്റവും അഗ്രഗണ്യമായ നന്മയായി മനുഷ്യർ കാണുന്ന അവസ്ഥയാണ് ദൈവരാജ്യം.
പരമമായ നന്മ, തുല്യമില്ലാത്ത നന്മ. അപ്രകാരം ദൈവത്തെ കാണുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ തന്നെ വെളിപ്പെട്ടു വരുന്ന മനുഷ്യ വ്യക്തിത്വത്തിൻ്റെയും ജീവിത അവസ്ഥകളുടെയും ദീപ്തമായ അവസ്ഥ, അതിമനോഹരമായ അവസ്ഥ, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. അതിനോടനുബന്ധമായ യേശു പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുൻപേ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഉപരി. ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഭാഷയിൽ പറഞ്ഞാൽ സർവോപരി ലോകത്തിലെ പരമമായ നന്മ, ദി അൾട്ടിമേറ്റ് ആൻഡ് സുപ്രീം ഗുഡ് ദൈവം മാത്രമാണ് എന്ന് ആത്മാർത്ഥമായി അറിഞ്ഞിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, പിന്നെയോ ഈ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും അനുഭൂതിയുമാണ് എന്ന ആത്മാർത്ഥമായ ആ ഒരു തിട്ടപ്പെടുത്തലിൽ കൂടെ, ആ ഉത്തമ വിശ്വാസത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തെ നാം പുനഃസംഘടിപ്പിക്കുമെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിൻ്റെ വഴി ഒരുക്കും എന്നത് നിശ്ചയമാണ് എന്നുകൂടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.